അപ്പോൾ ദേവേട്ടനെ സംബന്ധിച്ച് ദേവേട്ടൻ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ആയിട്ടാണ് എവിടേക്ക് പോയത് വെച്ചാൽ BJPയിലേക്ക് പോയത്. ഇദ്ദേഹം ഈ പൊതു പ്രവർത്തനം അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ മനസ്സിങ്ങനെ നടന്ന് തുടിച്ചു. ഇങ്ങനെ തുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം ഒരു ദിവസം ഒരു പാർട്ടിക്ക് രൂപം കൊടുത്തു. ആ പാർട്ടിയുടെ പേരാണ് കേരള പീപ്പിൾസ് പാർട്ടി. അപ്പോൾ അന്ന് ദേവേട്ടൻ പറഞ്ഞിരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 10 ലക്ഷം ആളുകളെയാണ് എൻ്റെ പാർട്ടിയിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. കേരളത്തിൻ്റെ വികസനമാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്നത്. ഈ KPP കേരളത്തിൽ എവിടെയെങ്കിലും സമരം നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിഞ്ഞുകൂടാ. 10 ലക്ഷം അംഗങ്ങൾ KPPയിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും നമുക്കറിഞ്ഞുകൂടാ. ഞാൻ പറയട്ടെ, BJP ഒരു വ്യക്തിയെ തങ്ങളുടെ പാർട്ടിയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അവർ നടനായിക്കോട്ടെ എന്തും ആയിക്കൊള്ളട്ടെ, ഇവർക്ക് എന്തെങ്കിലും ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ എന്ന് പരിശോധിക്കുന്നത്. നമസ്കാരം. കഴിഞ്ഞ ദിവസം PC ജോർജിന്റെ വെടിപൊട്ടിക്കലിനിടയിൽ മറ്റൊരു സംഭവം കൂടി കേരളത്തെ BJPയിൽ സംഭവിച്ചിട്ടുണ്ട്. നടൻ ദേവൻ പാർട്ടി വിട്ടു. അത് ഒഫീഷ്യലായിട്ടല്ല, ഒരു ചടങ്ങിനിടയിൽ പ്രസംഗത്തിനിടയിലാണ് അദ്ദേഹം ഞാൻ പാർട്ടി വിടുന്നു എന്ന് പറഞ്ഞത്. ഒപ്പം ഒരു കൂട്ടം പരിഭവങ്ങളും പറയുന്നുണ്ട്. നമുക്കറിയാം, അദ്ദേഹം നേരെ വന്ന് BJPയിൽ ചേർന്നതല്ല. KPP കേരള പീപ്പിൾസ് പാർട്ടി BJPയിൽ ലയിപ്പിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ അത് വീണ്ടും പുനർജീവിപ്പിക്കുന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. കേരള രാഷ്ട്രീയത്തിൽ ഈ KPPയുടെ സ്ഥാനം എന്തോരാന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ കേരള വൈസ് ചെയർമാനോ അങ്ങനെ എന്തോ ആയിരുന്നു BJPയുടെ സംസ്ഥാനത്ത്. ആ സ്ഥാനത്തേക്ക് പിന്നീട് R ശ്രീലേഖനെ കൊണ്ടുവന്നതൊക്കെ അദ്ദേഹത്തെ തന്നെ വിഷമിപ്പിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം തന്നെ തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ പുതിയ പുനഃസംഘടനയൊക്കെ ദേശീയ നേതൃത്വത്തിൽ പാർട്ടി നടത്തി കഴിഞ്ഞു. ഇത്തരത്തിലുള്ള ഇനിയും കുറച്ച് ആൾക്കാർ എനിക്ക് തോന്നുന്നു BJP സംസ്ഥാന ഘടകത്തിൽ നിന്ന് ഇനിയും കൊഴിഞ്ഞു പോകാനുണ്ടെന്ന്. ഇതൊക്കെ BJPക്ക് നേട്ടമാണോ ഗുണമാണോ എന്ന കാര്യത്തിൽ എന്താണ് ഒരു വിശകലനം? 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ദേവേട്ടൻ അതായത് വളരെ സുമുഖനും സുന്ദരനുമായിട്ടുള്ള ഒരു നല്ല നടനാണ്. അതിനകത്ത് ആർക്കും ഒരു സംശയമില്ല. കാരണം ഇത്രയും സുന്ദരനായിട്ടുള്ള ഒരു വില്ലനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആദ്യ സിനിമകളിലൊക്കെ ഇദ്ദേഹം നായകനായിട്ടൊക്കെ അഭിനയിച്ചു. അതിനുശേഷം പിന്നീട് മലയാള സിനിമ കണ്ടിട്ടുള്ള ഏറ്റവും സുന്ദരനായിട്ടുള്ളൊരു വില്ലനായിരുന്നു നമ്മുടെ ഈ ദേവേട്ടൻ എന്ന് പറയുന്നത്. അപ്പോൾ ദേവേട്ടനെ സംബന്ധിച്ച് ദേവേട്ടൻ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ആയിട്ടാണ് എവിടേക്ക് പോയത് വെച്ചാൽ BJPയിലേക്ക് പോയത്. ഇദ്ദേഹം ഈ പൊതു പ്രവർത്തനം അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ മനസ്സിങ്ങനെ നടന്ന് തുടിച്ചു. ഇങ്ങനെ തുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം ഒരു ദിവസം ഒരു പാർട്ടിക്ക് രൂപം കൊടുത്തു. ആ പാർട്ടിയുടെ പേരാണ് കേരള പീപ്പിൾസ് പാർട്ടി. ഏകദേശം ഒരു 10 ലക്ഷം അംഗങ്ങളെ ചേർക്കുമെന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നം. എനിക്കൊരു 15 വർഷമെങ്കിലും മുമ്പ് ഏഷ്യാനെറ്റിലോ മറ്റോ ഇദ്ദേഹം ഒരു ടെലഫോണിക് ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. അതോ ഇപ്പോൾ അവരുടെ പ്രഭാത സംഭാഷണത്തിലെ ഗസ്റ്റായിട്ട് വന്നപ്പോഴാണോ എനിക്കറിഞ്ഞുകൂടാ. അപ്പോൾ ഇദ്ദേഹം അന്ന് ഫോണിംഗ് പ്രോഗ്രാമും ഉണ്ടായിരുന്നു അതിനകത്ത്. അപ്പോൾ ഒരു പ്രേക്ഷകൻ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, താങ്കളുടെ പാർട്ടിയുടെ പേരെന്താണ്, ഈ പാർട്ടിയിൽ അംഗത്വം എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്യണം, താങ്കൾ ഈ പാർട്ടിയിൽ എത്ര പേർക്കാണ് മെമ്പർഷിപ്പ് കൊടുക്കാൻ വേണ്ടി പോകുന്നത് എന്നൊക്കെ. അപ്പോൾ അന്ന് ദേവേട്ടൻ പറഞ്ഞിരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 10 ലക്ഷം ആളുകളെയാണ് എൻ്റെ പാർട്ടിയിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. കേരളത്തിൻ്റെ വികസനമാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്നൊക്കെ. അങ്ങനെ KPP എന്നുള്ളൊരു പാർട്ടിയുണ്ട് എന്ന് ആ അഭിമുഖത്തിലൂടെയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് മൊത്തത്തിൽ മനസ്സിലായത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഇദ്ദേഹം സിനിമയിൽ വളരെ സജീവമായി. ഈ സിനിമയിൽ നിന്ന് ഇടവേള എടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഹോബിയുണ്ട്. ചില ആളുകളൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ വിദേശത്തേക്കൊക്കെ ടൂറ് പോകും, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കൊക്കെ പോയിട്ട് അവിടെ എൻജോയ് ചെയ്യുന്നൊരു രീതിയുണ്ട്. ഇദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ ഇടവേളകൾ ഇദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടിയും സാമൂഹ്യ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചു. അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ KPP എന്നൊരു പാർട്ടി ഉണ്ടാക്കിയത്. ഈ KPP കേരളത്തിൽ എവിടെയെങ്കിലും സമരം നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിഞ്ഞുകൂടാ. 10 ലക്ഷം അംഗങ്ങൾ KPPയിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും നമുക്കറിഞ്ഞുകൂടാ. ഏകദേശം എനിക്ക് അറിയാൻ വേണ്ടി സാധിച്ചെന്ന് വെച്ചാൽ ഇദ്ദേഹം എന്തോ ഒരു കൺവെൻഷൻ വിളിച്ചു, എറണാകുളത്ത് വെച്ചോ തിരുവനന്തപുരത്ത് വെച്ചോ കൊണ്ട്. അന്ന് കുറേ ഈ സിനിമയിലൊക്കെ സഹനടന്മാരായിട്ടൊക്കെ അഭിനയിക്കുന്ന 10,000-ഓളം ആളുകൾക്ക് 500 രൂപ വെച്ച് കൊടുത്ത് അവിടെ ആ ഹാള് നിറയ്ക്കുകയും അവർക്കൊക്കെ ഒരു ആവേശം പകരുന്ന രീതിയിലുള്ള വലിയൊരു പ്രസംഗം നടത്തുകയൊക്കെ ചെയ്തിരുന്നു. വലിയ വാർത്തയൊക്കെ ആയിരുന്നു ആ സമയത്ത്. അതിനപ്പുറത്തേക്ക് കേരള പീപ്പിൾസ് പാർട്ടി എന്ന് പറയുന്ന KPP എന്ന് പറയുന്ന പാർട്ടിയുടെ പ്രസക്തി കേരളത്തിൽ എന്താണ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് കൂടാണ്ട് ഇന്ന് അദ്ദേഹം ഒരു പച്ചയായിട്ടുള്ള ഒരു വർഗീയത കൂടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഗുരുദേവൻ്റെ ദർശനങ്ങളെ മാനിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഗുരുദേവ ദർശനങ്ങൾക്ക് വേണ്ടത്ര പ്രാധാന്യം BJPക്കകത്ത് ലഭിക്കുന്നില്ല എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. അതിനകത്തുനിന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുള്ള കാര്യം അറിയാം. അപ്പോൾ എന്താണ് അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായ ധാരണയുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെയുള്ള സിനിമാ താരങ്ങൾ, ഈ സിനിമാ താരങ്ങളുടെ മുഖം കണ്ട് കേരളത്തിലെ ആളുകൾ വോട്ട് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? ഇത് തമിഴ്നാട്ടിൽ നടക്കും, തെലുങ്കാനയിൽ നടക്കും, ഒരുപക്ഷെ ആന്ധ്രാപ്രദേശിൽ നടക്കും. പക്ഷേ ഇത് കേരളമാണ്. ഇത് രാഷ്ട്രീയത്തിൻ്റെ മണ്ണാണിത്, വിപ്ലവത്തിൻ്റെ മണ്ണാണ് കേരളം എന്ന് പറയുന്നത്.
ഇവിടെ രാഷ്ട്രീയം സംസാരിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചാൽ മാത്രമേ ഒരുത്തിന് രാഷ്ട്രീയ നേതാവാകാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ഈ പറയുന്ന പോലെ ഇതിനു മുമ്പ് പ്രേം നസീർ മത്സരിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ഈ പറയുന്ന ഇപ്പോൾ മമ്മൂട്ടിയോ മോഹൻലാലോ ഒരുപക്ഷെ നാളെ ഇവിടെ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചാൽ പോലും കേരളത്തിലെ ജനങ്ങൾ രാഷ്ട്രീയമായിട്ട് ചിന്തിക്കത്തുള്ളൂ. മുരളി തോറ്റിട്ടുണ്ട്, ആലപ്പുഴയിൽ തോറ്റിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ കേരളത്തിൽ ഇപ്പോൾ ഈ സിനിമാ നടന്മാർ വന്നിട്ട് ഒരു പാർട്ടി രൂപീകരിച്ചു. ഈ പറയുന്ന പൃഥ്വിരാജ് നാളെ വന്നിട്ട് കേരളത്തിലൊരു പാർട്ടി രൂപീകരിച്ചു എന്ന് കരുതുക. ഈ പറയുന്ന പൃഥ്വിരാജിന്റെ ഫാൻസുകാർ പോലും അദ്ദേഹത്തിൻ്റെ ഒപ്പം ഉണ്ടാവില്ല. അതിന് കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പൃഥ്വിരാജിൻ്റെയും മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ഒക്കെ ഫാൻസിലുള്ള ആളുകൾ മറ്റു പല പാർട്ടിയിലും പ്രവർത്തിക്കുന്നവരാണ്. അത് മനസ്സിലാക്കാനുള്ള ഒരു ബോധം BJPയുടെ ദേശീയ നേതൃത്വത്തിന് ഇല്ലാതെ പോയത് അവരുടെ കുറ്റമാണ്. ഞാൻ പറയുന്നത് ഈ BJPയെ സംബന്ധിച്ച് അവർക്ക് ഗ്രൗണ്ടിൽ പണിയെടുത്ത് വന്നിട്ടുള്ള ഒരുപാട് നേതാക്കന്മാരുണ്ട്. ഈ നേതാക്കന്മാരെയൊക്കെ സൈഡ് ലൈൻ ചെയ്തുകൊണ്ടാണ് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് ഈ ഏപ്രിൽ മാസത്തിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്ര സെലിബ്രിറ്റി കോമാളികളെ നമ്മൾ കണ്ടു. അത് 2020യുടെ പേരിലാണെങ്കിലും BJPയുടെ പേരിലാണെങ്കിലും. ഈ BJPയുടെ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകർക്ക് നാണക്കേട് കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായില്ലേ? എത്രയോ BJPയുടെ നല്ല നല്ല നേതാക്കന്മാർക്ക് മത്സരിക്കാനുള്ള അവസരം ഇതുപോലുള്ള സിനിമാക്കാർ കാരണം, അല്ലെങ്കിൽ ഈ ബിഗ് ബോസ് താരങ്ങൾ കാരണം നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഈ കേരളത്തിൽ പാർട്ടി വളർത്താനുള്ള ഒരു വെപ്രാളത്തിൽ ഒരു 2020കളുടെ തുടക്കത്തിൽ ഇത്തരം കുറേ ആൾക്കാരെ BJP കൂടാൻ നിർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അതിലൊരാളാണ് ഈ ദേവനും. ഈ ദേവൻ എന്ന് പറയുന്ന നടനുണ്ട്, ഭീമൻ രഘു എന്ന് പറയുന്ന നടനുണ്ട്, പിന്നെ മറ്റൊരുപാട് ആളുകളുണ്ട് ഇതിനകത്ത്. കൊല്ലം തുളസിയുണ്ട്. കാരണം ഞാൻ പറയട്ടെ, BJP ഒരു വ്യക്തിയെ തങ്ങളുടെ പാർട്ടിയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അവർ നടനായിക്കോട്ടെ എന്തും ആയിക്കൊള്ളട്ടെ, ഇവർക്ക് എന്തെങ്കിലും ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ എന്ന് പരിശോധിക്കണ്ടേ? ഇപ്പോൾ ഇന്നസെൻ്റ് ചാലക്കുടിയിൽ നിന്ന് MP ആയി. അദ്ദേഹം നേരത്തെ ഇരിങ്ങാലക്കുടിയിൽ മുനിസിപ്പാലിറ്റിയുടെ കൗൺസിലറായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന് രാഷ്ട്രീയം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു രാഷ്ട്രീയവുമില്ലാതെ ഒരു AC റൂമിനകത്ത് അടച്ചിട്ടിരിക്കുന്ന ആളുകളൊക്കെ ഒരു സുപ്രഭാതത്തിൽ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ശരിയാവുമോ? ഭീമൻ രഘു അതിനുശേഷം BJPന്ന് രാജിവെച്ചു. BJPന്ന് രാജിവെച്ചതിന് ശേഷം നമ്മൾ കണ്ട നാടകങ്ങൾ കണ്ടതല്ലേ? അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ പിണറായി വിജയൻ പങ്കെടുത്ത ഒരു പരിപാടിയിൽ എണീറ്റ് നിന്ന് സ്റ്റാച്ചു ആയിട്ട് നിൽക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി. ഈ അവസ്ഥകൾ, ഓരോ മനുഷ്യരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അതിനുശേഷം പത്തനാപുരത്ത് മത്സരിക്കാൻ പോയി. ജഗദീഷും KB ഗണേഷ് കുമാറും ഈ ഭീമൻ രഘുവും കൂടെയുള്ള മത്സരത്തിൽ അന്ന് ഭീമൻ രഘു ലാലേട്ടനെ തെറി പറഞ്ഞ് നമ്മൾ ഓർക്കുന്നില്ലേ? ലാലേട്ടനോടെ KB ഗണേഷ് കുമാറിന് വേണ്ടിയിട്ട് പ്രചരണത്തിന് പോയി എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള രാഷ്ട്രീയത്തിൽ യാതൊരുവിധ രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത ആളുകളെയൊക്കെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്ന പോലത്തെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും. ഇപ്പോൾ റോബിൻ രാധാകൃഷ്ണനെ കുറിച്ച് ഇപ്പോൾ വാർത്തകൾ പുറത്തേക്ക് വരുന്നത് എന്താണ്? റോബിൻ ഹുഡ് എന്നാണ് പറയുന്നത്. കാരണം BJPക്കകത്തെ റോബിൻ ഹുഡാണ് ഈ പറയുന്ന റോബിൻ രാധാകൃഷ്ണൻ എന്നാണ് പറയുന്നത്. BJPക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? ഇപ്പോൾ ഇത്തരക്കാർ പോണെങ്കിൽ പോട്ടെ എന്നുള്ളൊരു മൈൻഡാന്ന് തോന്നുന്നത്. ഞാൻ എത്രയോ നല്ല ചെറുപ്പക്കാർ ഈ പാർട്ടിക്കകത്തുണ്ടേ. ഇവരൊരു ലിസ്റ്റ് എടുത്ത് പരിശോധിച്ച് നോക്കുക. BJPക്കകത്ത് ഒരുപാട് നല്ല നേതാക്കന്മാരുണ്ട്. നമ്മളിതിനെ പൊളിറ്റിക്കലിയാണ് കാണുന്നത്. അതിനുശേഷം അവരുടെ പൊളിറ്റിക്കൽ ഐഡിയോളജി എന്തും ആയിക്കൊള്ളട്ടെ. നമ്മളിപ്പോൾ ഇന്ന് സംസാരിക്കുന്നത് എന്താ വെച്ചാൽ BJPക്കകത്തുള്ള ആളുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പലപ്പോഴും ഈ BJPയുടെ ഇങ്ങനെയുള്ള നേതാക്കന്മാർ, സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള ആളുകൾ ട്രോൾ മെറ്റീരിയലായിട്ട് മാറുന്നത് എന്തുകൊണ്ടാണ്? ഇവരുടെ പ്രവൃത്തി കൊണ്ടാണ്. ഈ സുരേഷ് ഗോപിയുടെ നടത്തം പലപ്പോഴും ട്രോൾ മെറ്റീരിയലായിട്ട് മാറാറില്ലേ? നമ്മളൊക്കെ ഭരചന്ദ്രൻ IPSലൊക്കെ കണ്ടിരിക്കുന്ന, കമ്മീഷണറൊക്കെ കണ്ടിരിക്കുന്ന സുരേഷ് ഗോപിയുടെ ഒരു നടത്തവും എടുപ്പും ഒക്കെ എന്താണത്? ഈ നാട്ടിൽ എത്ര ചെറുപ്പക്കാരെ അത് ആകർഷിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്നൊക്കെ മാറിയിട്ട് ഇന്ന് സുരേഷ് ഗോപി നടക്കുന്ന ശൈലി നോക്കൂ. അദ്ദേഹം ആകെ മാറി. ഇപ്പോഴും ആ കമ്മീഷണർ സിനിമയിലെ കമ്മീഷണറായിട്ടാണ് ഇപ്പോഴും അദ്ദേഹത്തിന് നടത്തം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദേവേട്ടൻ എന്ന് പറയുന്ന വ്യക്തി BJPയിൽ നിന്ന് പോയി എന്ന് കരുതി BJPക്ക് എന്തെങ്കിലും സംഭവിക്കുമോ? ഇവർ വന്നു എന്ന് കരുതി BJPക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടായിട്ടുണ്ടോ? ഒരു നേട്ടവും BJPക്ക് ഉണ്ടായിട്ടില്ല. BJPയുടെ കുറേ കാശ് പോയിട്ടുണ്ടാവും. അല്ലെങ്കിൽ BJP അംഗീകാരം കൊടുത്ത് വേദിയിൽ കയറ്റിയിരുത്തേണ്ട കുറേ നല്ല നേതാക്കന്മാർ, അതായത് ഈ BJPക്ക് വേണ്ടിയിട്ട് വെള്ളം കോരുകയും വിറക് വെട്ടുകയും ചെയ്തിട്ടുള്ള ഒരുപാട് നേതാക്കന്മാരെ സദസ്സിലിരുത്തിയതിനു ശേഷം ഈ പറഞ്ഞ കൊഞ്ഞാണന്മാരെയൊക്കെ പിടിച്ച് എവിടെ കയറ്റിയിരുത്തേണ്ടി വന്നിട്ടുണ്ട്. സ്റ്റേജിൽ കയറ്റിയിരുത്തേണ്ട ഒരു ഗതികേട് BJPക്ക് ഉണ്ടായിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന ആളുകളെ കൊണ്ട് BJPക്ക് ഒരു നേട്ടം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ റോബിൻ രാധാകൃഷ്ണൻ, ഇതിനകത്ത് വളരെ മാന്യമായിട്ട് പ്രവർത്തിച്ചു പോകുന്ന ആളുകളുണ്ട്. ഈ സീരിയൽ സിനിമാ രംഗത്ത് വന്നിട്ടുള്ളത് കൃഷ്ണകുമാറുണ്ട്, വിവേക് ഗോപനുണ്ട്. ഇവരൊക്കെ വളരെ മാന്യമായിട്ട് തന്നെയാണ് പ്രവർത്തിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവരെ പോലെ നാണം കെടുത്തക്ക രീതിയിലാണ് ഈ റോബിൻ രാധാകൃഷ്ണന്, ദേവൻ ചേട്ടന് ഇങ്ങനെയുള്ള കുറേ ആളുകൾ ഇറങ്ങിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ PSCയുടെ ചെയർമാനും അതുകൂടാതെ സാംസ്കൃതിക് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറും ഒക്കെ ആയിരുന്ന ഡോക്ടർ KS രാധാകൃഷ്ണൻ സാറിൻ്റെയൊക്കെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കി. അദ്ദേഹം മഹാരാജാസ് കോളേജിലെ പ്രൊഫസർ അല്ലായിരുന്നു? ഒന്ന് ആലോചിച്ച് നോക്കൂ.
അദ്ദേഹം ഇന്ന് സംസാരിക്കുന്ന സംസാരം എടുത്തൊന്ന് പരിശോധിച്ച് നോക്കൂ, അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ എടുത്ത് പരിശോധിച്ച് നോക്കൂ. അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ സംസ്ഥാനത്തിൻ്റെ DGP ആയിരുന്ന ശ്രീലേഖ IPSൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ എടുത്ത് പരിശോധിച്ച് നോക്കൂ. പോടാ പുല്ലേ പോലീസേ എന്ന് ഒരു റിട്ടയർഡ് DGP തെരുവിലിറങ്ങി വിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അവസ്ഥയെന്ന് അറിയിച്ചു എനിക്ക്. ഈ ദേവന് പകരമാണ് ശ്രീലങ്കനെ കൊണ്ടുവന്നത്. അത് ഞാൻ പറഞ്ഞില്ലേ, ആ ഉദാഹരണം ഞാനിപ്പോൾ തൽക്കാലം ഇവിടെ പറയുന്നില്ല. ആ ഉദാഹരണം നമ്മളിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ എന്ത് പ്രയോജനം? എത്രയോ പ്രവർത്തിക്കുന്ന വേറെ നല്ല ആളുകൾ ഈ പാർട്ടിക്കകത്തുണ്ട്. അവരെയൊക്കെ മാറ്റി നിർത്തി, അവർക്കൊന്നും മത്സരിക്കാൻ ഒരു അവസരം പോലും കൊടുക്കാതെ മാറ്റി നിർത്തി. ഇപ്പോൾ ഷോൺ ജോർജിൻ്റെ BJP പ്രവേശനം അതൊരു പൊളിറ്റിക്കൽ എൻട്രിയാണ്. അതേസമയം PC ജോർജിൻ്റേത് ഒരു വിഡ്ഢിത്തരമാണ്. അതും പൊളിറ്റിക്കൽ എൻട്രിയാണ്. പക്ഷേ ആ PC ജോർജിനെ BJPയിലേക്ക് ചേർത്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ BJP എടുത്തൊരു തെറ്റായ തീരുമാനമാണ്. അത് കഴിഞ്ഞ ദിവസം തന്നെ ഏകദേശം മനസ്സിലായി. അതേസമയം ഷോണിനെ എടുത്തേക്കുന്നത് BJPയുടെ കറക്റ്റായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഡിസിഷനാണ്. ഒരുപക്ഷെ ഈ ഷോൺ ജോർജ് പാലയിൽ മത്സരിക്കുന്ന സമയത്ത് നരേന്ദ്രമോദി പാലയിൽ വരുന്നൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അവിടുത്തെ തെരഞ്ഞെടുപ്പ് റിസൾട്ടിനെ തന്നെ അത് ബാധിച്ചത്. അപ്പോൾ BJPയെ സംബന്ധിച്ച് BJP ഇനിയെങ്കിലും നടത്തുന്ന പൊളിറ്റിക്കൽ റിക്രൂട്ട്മെൻറ്റുകൾ കുറച്ചെങ്കിലുമൊക്കെ രാഷ്ട്രീയം അറിയാവുന്ന, അല്ലെങ്കിൽ തങ്ങളെ നാളെ തെറി പറഞ്ഞിട്ട് പുറത്തേക്ക് പോകില്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ പുതിയ റിക്രൂട്ട്മെൻറ്റുകൾ നടത്താൻ പാടുള്ളൂ. അതല്ല എങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള കോമാളികൾ ഈ പാർട്ടിയിലേക്ക് നുഴഞ്ഞു കയറി സ്ഥാനമാനങ്ങൾ കൈയടക്കിയതിന് ശേഷം സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകർക്ക് അവസരം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയുണ്ടാകും എന്ന കാര്യം BJPയുടെ ദേശീയ നേതൃത്വം ഒന്ന് കൺസിഡർ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് ഓർമ്മപ്പെടുത്താൻ മാത്രമേ നമുക്ക് മാർഗമുള്ളൂ.